ഇന്നത്തെ ദിവസം മാങ്കൂട്ടത്തിന് ഉറ്റുനോക്കുന്നത് പോലെ തന്നെ ഉറ്റുനോക്കുന്ന മറ്റൊരു മുഖമുണ്ട്. അത് ഷാഫി പറമ്പിലിന്റേതാണ്. കഴിഞ്ഞ 26 ദിവസങ്ങൾക്ക് ശേഷം മാങ്കൂട്ടം അടൂരിലെ വീടിന്റെ കതക് തുറന്ന് തികഞ്ഞ രാഷ്ട്രീയക്കാരനായും ജനപ്രതിനിധിയുമായി സഭയിലേക്ക് ഇറങ്ങുമ്പോൾ ഷാഫിയുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി സമയം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന മാധ്യമങ്ങൾ വളഞ്ഞിട്ട് പിടിക്കാതിരിക്കില്ല. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മാങ്കൂട്ടം സഭയിൽ എത്തിയതുപോലെ തന്നെ KPCCയുടെ അടിയന്തര യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരു ഷാഫി പറമ്പിലിനെ നമുക്ക് കാണാം. എന്നാൽ ഒരു തവണ മാധ്യമങ്ങൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായ താൻ എന്തുകൊണ്ട് KPCCയുടെ അടിയന്തര യോഗത്തിലേക്ക് പോകുന്നില്ല എന്ന് അക്കമിട്ട് ഷാഫി നിരത്തുന്നുണ്ട്. എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഷാഫിയെ വിടാതെ ചോദ്യം ചെയ്തപ്പോൾ നിറം മാറി ആക്രോശിക്കുന്ന ഒരു ഷാഫിയെയും കാണേണ്ടി വരികയാണ്. കാരണം മാധ്യമങ്ങൾക്ക് വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിനുള്ള ഉത്തരം ഷാഫി നൽകിയില്ല എങ്കിൽ പിന്നെ മാധ്യമങ്ങൾ വിടാതെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് ഷാഫി പറഞ്ഞത്, എങ്കിൽ പിന്നെ മൈക്ക് എന്റെ കയ്യിൽ തന്നിട്ട് താങ്കൾ ഇങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കൂ എങ്കിൽ, അല്ല എന്റെ ഉത്തരവും മറുപടിയുമാണ് കേൾക്കേണ്ടത് എങ്കിൽ തൽക്കാലം മിണ്ടാതിരിക്കണം. ഇങ്ങനെ കത്തിക്കയറുന്ന ഷാഫിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. ആ ചോദ്യത്തിൽ നിങ്ങൾ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. എന്നോട് എന്താ ചോദിച്ചത്? താങ്കൾ എന്നോട് ഞാൻ മറുപടി ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദിച്ചത് സ്പെസിഫിക് ആയി തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് KPCCയിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല? വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ KPSTയുടെ മറുപടി ഒരു ചോദ്യം, ഒരു സെക്കൻഡ് എന്നോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ അപ്പുറത്ത് നിൽക്കുക മൈക്കിൻ്റെ തന്നാൽ മതി. അതിൽ എന്റെ പ്രതികരണം വേണ്ടതെങ്കിൽ ഇപ്പോൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾ ഇന്ന് KPCCയിൽ പങ്കെടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് KPC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന KPSTയുടെ സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. നിയമസഭാ സമ്മേളനം കൂടെ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അദ്ദേഹം ചുമതലപ്പെടുത്തിയ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഞാൻ ഇന്ന് സുഹിത്തിന്റെ കല്യാണത്തിലും പങ്കെടുത്ത് നേരെ കാസർകോട്ടേക്കാണ് പോകുന്നത്. സംസ്ഥാന ജാഥയാണ്. KPCയുടെ ഭാഗത്ത് ആരെങ്കിലും പങ്കെടുക്കണം, ഞാൻ MLA അല്ലാത്തതുകൊണ്ട് എന്നെയാണ് അതിന് ചുമതലപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞ ശേഷവും പിന്നെ അതേ ചോദ്യം തന്നെ അവിടെ തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി പറയാം? രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് അല്ല, അതിന് എന്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലക്കും പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടിയാണെന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. താങ്ക് യു. മീഡിയനെ കാണാതെ പോകണമെങ്കിൽ എനിക്ക് അതിൽ കൂടെ വഴി ഉണ്ടായിരുന്നു. പോലും അറസ്റ്റ് ചെയ്യാതിരിക്കുക. ഇവിടെ ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ ആ മുഖം മൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ രാജ്യദ്രോഹികളെ പോലെ അവരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്, CPM പണി. പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും. സർക്കാർ ശമ്പളത്തിൽ പാർട്ടി പണി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല. കാരണം ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖം മൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. കഴിഞ്ഞ ദിവസം ഇപ്പം ഞാൻ നേരെ പോകുന്നത് സുജിത്തിൻ്റെ അടുത്തേക്കാണ്. ആ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച കാര്യങ്ങൾ അതും ചോദിച്ചു. അതിനെ സംബന്ധിച്ചൊരു വിവരാവകാശ പ്രകാരം ഒരു വീഡിയോ ദൃശ്യം പോലും പോലീസ് കൊടുക്കാൻ തയ്യാറല്ല. കോടതി ഇടപെട്ടാൽ പോലും ഇവിടെ വിവരാവകാശം നടപ്പിലാവുകയുള്ളൂ. ഈ കുട്ടികളെ മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക്, അവിടുത്തെ ചേലക്കര ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഇവിടെ എടുക്കാൻ പറ്റില്ല എന്നറിഞ്ഞവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് മർദ്ദിച്ചു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇവിടെ വിവരാവകാശം ഉൾപ്പെടെയുള്ളത് CPMൻ്റെ അടിമപ്പണി എടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംവിധാനമാക്കി മാറ്റിയിരിക്കുക. അതിനെ വരെ അട്ടിമറിച്ചിരിക്കുകയാണ്. ഈ ക്രൂരതക്കെല്ലാം നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പാണ്. ഒരു പ്രതികരണമില്ല, ശക്തമായ നടപടിയില്ല. ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് തലപ്പത്തിരിക്കുന്ന ആളുകൾ പറയുന്നില്ല. ആവർത്തിച്ചാൽ മാതൃകാപരമായ നടപടി ഉണ്ടാവുമെന്ന് പറയുന്നോ ഇല്ല, നടപടി എടുക്കുന്നോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പൊളിറ്റിക്സ് ആണ്. തീർത്തും പൊളിറ്റിക്കലായിട്ടുള്ളൊരു മോട്ടീവാണ് പോലീസിനുള്ളത്. കാക്കിക്കുള്ളിൽ പാർട്ടി പണിയെടുക്കുന്ന അടിമകളെ, ഗുണ്ടകളെ പോലെയാണ് പിണറായി വിജയൻ്റെ കീഴിൽ പോലീസ് പെരുമാറുന്നത്.
അതിനെതിരായിട്ടുള്ള വലിയ ജനാധിപത്യ പ്രതിഷേധങ്ങളുണ്ടാകും, പ്രതിരോധങ്ങളുണ്ടാകും, സമരങ്ങളുണ്ടാകും. അവർക്ക് നീതി കിട്ടാനുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ KPCCയും യൂത്ത് കോൺഗ്രസും KSU ഉൾപ്പെടെയുള്ള സംഘടനകളും ശക്തമായിട്ട് അണിനിരക്കും. ഇന്ന് KPSTA ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് KPC പ്രസിഡന്റാണ്. പക്ഷേ ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചുമതല അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. അപ്പം ഞാൻ രാവിലെ സുജിത്തിൻ്റെ കല്യാണത്തിന് പോകും. സുജിത്തിൻ്റെ കല്യാണത്തിന് പോയിട്ട് തിരൂര് ബൈ റോഡ് പോയി അവിടെ നിന്ന് 1:50 ട്രെയിനിൽ പോയി കാസർഗോഡ് KPSTA അധ്യാപക സംഘടനയുടെ സംസ്ഥാന ജാഥയാണ്. അതൊരു സംഘടനാ ഉത്തരവാദിത്വം ആയതുകൊണ്ടും KPC പ്രസിഡന്റ് ചുമതലപ്പെടുത്തിയത് കൊണ്ടും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഷാജഹാനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്, സ്ഥലം മാറ്റുകയല്ല. ഷാജഹാനെ പിരിച്ചുവിടുകയാണ് വേണ്ടത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് നേരെ, പൊതുപ്രവർത്തകർക്ക് നേരെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റമാണ് ഷാജഹാന്റെയും പോലീസ് സംഘടനയും ഭാഗത്തുണ്ടായിരുന്നത്. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിലെ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. നിയമസഭയിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ചുമതല മാറ്റുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത വ്യക്തിക്ക് ഇന്ന് അകമ്പടി വന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമാണ് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത്. ഞാൻ ആ വിഷയത്തിൽ KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു പ്രതികരണവും ഞാൻ അതിനകത്ത് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ അതീവ ഗുരുതരമായിട്ടുള്ള ഈ പോലീസ് നടപടികൾക്കെതിരെ ഞാനൊന്ന് പറഞ്ഞിട്ടെ KPCC പ്രസിഡന്റ് അതിനകത്ത് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഒരു പ്രതികരണവും ആ വിഷയത്തിൽ നടത്താൻ എൻ്റെ ഉത്തരം ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കാമെങ്കിൽ, കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ്, പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി എടുക്കേണ്ട നടപടികൾ എടുത്തിട്ടുണ്ട്, പോണോ വേണ്ടേന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഒരു വാക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു പ്രതികരണവും ഞാൻ അതിനെ സംബന്ധിച്ച് നടത്താൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ മറുപടിയാണല്ലോ പറയുന്നത്. മറ്റൊരു പ്രതികരണവും ആ വിഷയത്തിൽ ഞാൻ തൽക്കാലം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇത് അതീവ ഗൗരവതരമായ വിഷയമാണ്. ആ ചെറുപ്പക്കാരനെ നിങ്ങൾ ആശുപത്രിയിലും കണ്ടതാണ്, ഈ ജയിലിലെ കുട്ടികൾ പറഞ്ഞ കാര്യങ്ങളുമാണ്. അപ്പോൾ പോലീസ് ഇപ്പോഴും ഈ വിവാദങ്ങൾക്കെല്ലാം ശേഷവും പോലീസ് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ഈ ഇൻസിഡൻറ്റ് പറയാണ്. അപ്പോൾ അതല്ലാത്തൊരു വാർത്തയും ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. അതിൽ എൻ്റെ പ്രതികരണം അറിയിക്കാനാണ് ഞാൻ വന്നത്. ആ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിലായിരുന്നല്ലോ, ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ വേണമെങ്കിലും ഞാൻ പറയാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വളരെ സ്നേഹത്തോടൊരു കാര്യം ചോദിച്ചോട്ടെ. ആ ചോദ്യത്തിൽ നിങ്ങളൊരു ചോദ്യം എന്നോട് ചോദിച്ചു. എന്നോട് എന്താ ചോദിച്ചത്? താങ്കൾ എന്നോട് ഞാൻ മറുപടി ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ എന്നോട് ചോദിച്ചത് സ്പെസിഫിക് ആയി തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് KPCCയിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല? വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ മറുപടി പറഞ്ഞു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ KPSTA മറുപടി, KPSTA അല്ലെ, ഒരു ചോദ്യം, ഒരു സെക്കൻഡ്, എന്നോട് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞോട്ടെ ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോ, ഞാൻ അപ്പുറത്ത് നിൽക്കുക, മൈക്ക് എൻ്റെ തന്നാൽ മതി. അതല്ല എൻ്റെ പ്രതികരണം വേണ്ടതെങ്കിൽ ഇപ്പോൾ എന്നോട് ഒരിക്കൽ ചോദിച്ചു, താങ്കൾ ഇന്ന് KPCയിൽ പങ്കെടുക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഇന്ന് KPC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന KPSTA സംസ്ഥാന ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. നിയമസഭാ സമ്മേളനം കൂടെ നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. അദ്ദേഹം ചുമതലപ്പെടുത്തിയ സംഘടനാപരമായ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി ഞാൻ ഇന്ന് സുഹിത്തിൻ്റെ കല്യാണത്തിലും പങ്കെടുത്ത് നേരെ കാസർകോട്ടേക്കാണ് പോകുന്നത്. സംസ്ഥാന ജാഥയാണ്. KPCയുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും അതിൽ പങ്കെടുക്കണം. ഞാൻ MLA അല്ലാത്തതുകൊണ്ട് എന്നെയാണ് അതിന് ചുമതലപ്പെടുത്തിയത് എന്ന് ഞാൻ പറഞ്ഞ ശേഷവും പിന്നെ അതേ ചോദ്യം തന്നെ അവിടെ തന്നെ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ മറുപടി പറയാ? രാഹുൽ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചു, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് അല്ല, അതിന് എൻ്റെ മേലെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്നുള്ള മറുപടി ഒരു പാർട്ടി പ്രവർത്തനം എന്നുള്ള നിലക്കും പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലക്കും അതുപോലെ തന്നെ
പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആളെന്ന നിലക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രസിഡന്റ് പറഞ്ഞൊരു വാചകത്തിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മറുപടിയാണെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. എങ്ങനെ മീഡിയനെ കാണാതെ പോണെങ്കിൽ എനിക്ക് അതിൽ കൂടെ വഴി ഉണ്ടായിരുന്നു. ഞാൻ മീഡിയനെ ഏത് വിഷയത്തിലാണ്